ഹലോ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ പോയ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം എനിക്കിടാൻ പറ്റിയില്ല. അപ്പം അതാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണണം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എല്ലാവരും. അപ്പം കാണുക നമ്മുടെ ക്രിസ്മസ് വിശേഷമായിട്ടുള്ള, ഞാൻ നാട്ടിലാണിപ്പം. അപ്പം നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതായത് ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്, ക്രിസ്മസ് ദിവസത്തെ ഒരു വീഡിയോ. അപ്പം രാവിലെ മമ്മി ഞാനും കൂടെ അപ്പം ചുടുവാണ്, അപ്പവും ബീഫ് വറുത്തതുമാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാനും മമ്മിയും കൂടെ. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ നമുക്ക് വെള്ളയപ്പവും ബീഫ് വറുത്തതുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോകാൻ. അപ്പം ബീഫൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ കടന്നു. അപ്പം രാവിലത്തെ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല, നമ്മൾ ഉച്ചക്കത്തെ കുക്ക് ചെയ്യുന്നതൊന്നും. അപ്പം ലഞ്ച് നമ്മൾ ക്രിസ്മസിൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പം അപ്പച്ചന് വലിയ നിർബന്ധം എല്ലാവർക്കും മക്കൾക്കെല്ലാം ഇലയിട്ട് കൊടുക്കണം എന്നാണ്. അപ്പച്ചൻ തന്നെ പോയി ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പം ഞങ്ങൾക്ക് ഇലയിട്ടാണ് സദ്യ ഒരുക്കി. ക്രിസ്മസ് സദ്യയാണിത്. അപ്പോൾ അന്നൂസ് വലിയ സന്തോഷത്തോടെ, അന്നൂസിന് ഇലയെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പച്ചനും പപ്പയും എൻ്റെ മക്കളും 3 പേരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ഞാനും മമ്മിയും പിന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. നമ്മുടെ കരോൾ ദിവസമാണ്. അപ്പോൾ കരോൾ നടക്കുന്നത് 23-ാം തീയതി ഈവനിങ്ങിലാണ് കരോൾ നടക്കുന്നത്. അപ്പം അന്നത്തെ വീഡിയോയും ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോസും കൂടെ ഒരുമിച്ച് അങ്ങ് ഇടാമെന്ന് വെച്ച്. വലിയ വീഡിയോസായിട്ടൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങ് എടുത്തതാണ്. അപ്പം കുറച്ച് കരോളിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മുടെ പള്ളിയിലേക്ക് പോകാൻ. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പള്ളി ഇരിക്കുന്നത്. അപ്പം നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറുവാണ്. കണ്ടോ, നമ്മളിങ്ങനെ 2 സൈഡിലും നല്ല റബ്ബർ തോട്ടമാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പള്ളിയിലെ കരോൾ കൂടാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ നാളായി ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് കരോൾ കണ്ടിട്ട്. ഇപ്പം ഡിസംബറിൽ ഈ വർഷമാണ് ഞാൻ ഡിസംബറിൽ വരുന്നത്, അല്ലാതെ ഞാൻ മെയ്യിലാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദാണ്ട് ഞാൻ ഈ പ്രാവശ്യം അന്നേരം എൻ്റെ നാട്ടിലെ എൻ്റെ സ്വന്തം പള്ളിയിലെ കരോളൊക്കെ കാണാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം കരോൾ ഗാനങ്ങൾ പാടുന്നവരൊക്കെ ഒരുങ്ങിയൊക്കെ നിൽപ്പുണ്ട് ദാണ്ട് യൂണിഫോമിൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ പള്ളി, ശാലേം മാർത്തോമ പള്ളി, നാരകത്താനിയിലെ ശാലേം മാർത്തോമ പള്ളിയാണ്. വേണ്ട, കണ്ടില്ലേ, പഴയ ഗേറ്റ് തന്നെയാണ്. ഗേറ്റൊന്നും മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. പഴയ അന്നത്തെ ഗേറ്റൊക്കെ തന്നെയാണ്. ഒത്തിരി കാലമായിട്ടുള്ള ഒരു പള്ളിയാണ്. അപ്പം കുഞ്ഞിലെ തൊട്ട് ഞങ്ങളൊക്കെ ഇവിടെ സൺഡേ സ്കൂളും VBS ഒക്കെ പോയിരുന്ന ഒരു പള്ളിയാണ്. എന്നിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയായിരുന്നു ഇവിടം വരെയും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇതുപോലെ ടാറിട്ട് റോഡാക്കിയത്. നേരത്തെ ഞങ്ങൾ ഞങ്ങളുടെ സൺഡേ സ്കൂളും VBSൻ്റെ ഒക്കെ സമയം ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് ഈ കുന്ന് കയറിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോഴാണ് ഉണ്ടാക്കിയത്. അപ്പം ഇതാണ് ഞങ്ങളുടെ പള്ളിയിലെ അകം. ലൈറ്റിനിങ് ഒക്കെ ചെയ്ത് നല്ല രസമില്ലേ കാണാനിപ്പം. The theme chosen for this year's Christmas carols is Piravi Corridor. As Luke mentioned, one reason is obvious. The manger points to Jesus' humble birth. It embodies a profoundly moving truth that on his first night. അപ്പം നമ്മുടെ കയറുകാർ അകത്തേക്ക് കയറുകയാണ് മെഴുകുതിരിയൊക്കെ പിടിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഞങ്ങളും കുറച്ച് പേര്, ഞങ്ങളുടെ ഒരു കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ കയറിയതാണ് കയറിന് വേണ്ടി, കയറ് പാടാനായിട്ട്. കയറിനൊക്കെ ആ ടൈമിലുണ്ടായിരുന്നു.
ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ. കുറേ പേരെയൊക്കെ അധികം ഫ്രണ്ട്സിനെ ഒന്നും എനിക്കിവിടെ വന്നിട്ട് കാണാനായിട്ട് പറ്റിയില്ല. ഒത്തിരി പേരും പലയിടങ്ങളിലാണ്. ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് ആരെയും എനിക്ക് കാണാൻ പറ്റിയില്ല. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീഡിയോസ് കാണുന്നവർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒത്തിരി പേരെ എനിക്കിവിടെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ കുഞ്ഞിക്കാലം ശരിക്കും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു മെമ്മറീസ്. അപ്പം ഇതുണ്ട് നമ്മുടെ കൊയറുകാരെല്ലാം വന്ന് നിൽപ്പുണ്ട് സൈലൻ്റായിട്ട് പാടാനായിട്ട്.
അപ്പോൾ നമ്മുടെ പള്ളിയിലെ അച്ഛനായ വിജി അച്ഛനും എബ്രാം പി അച്ഛനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ കരോളിങ്ങനെ പാടി തകർക്കുകയാണ് കരോളുകാർ.
അപ്പോൾ സ്വാഗതം പറയുന്നത് എൻ്റെ പപ്പയാണ്. അപ്പം പപ്പ സ്വാഗതമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തകർക്കുകയാണ് സ്വാഗത പ്രസംഗം. അപ്പം പപ്പയാണ് പള്ളിയിലെ ട്രസ്റ്റിയും. അപ്പോൾ പപ്പയുടെ സ്വാഗത പ്രസംഗം കേൾക്കാം അല്ലേ. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രൊഫസർ ലിബൂസ് ജേക്കബ് എബ്രഹാം, കടന്നു വന്ന വിശ്വാസി സമൂഹം, എല്ലാവർക്കും ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്മസ് അല്ലേ, പിറവിയല്ലേ, 12 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാഗതത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് നമുക്ക് എന്താണ്? ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ് ക്രിസ്മസ്. അതാണ് ഇന്നത്തെ രാവ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച ദിവസമാണ് ക്രിസ്മസ്. മനുഷ്യകുലത്തിന് അപ്രാപ്തമായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യകുലമായ നമുക്ക് എന്താണ് ആവശ്യം? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്ന ഈ ദൈവം നമുക്ക് വേണ്ടി ഭാവിയെടുത്തിരിക്കുന്നു. നമ്മൾ ഉത്സാഹം പറയാറില്ലേ, ഡൗൺ ടു എർത്ത്. വലിയതായ ദൈവം ഭൂമിയോളം കാണുന്ന ദിവസമാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി എബ്രഹാം അച്ഛനാണ് ഇന്നത്തെ പിറവിക്കൊരിടം എന്ന ഈ സന്ധ്യയിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ 3ാമത്തെ വർഷമാണ്, 3ാമത്തെ ക്രിസ്മസ് ആണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്രിസ്മസ് ഒരു ശോഭയില്ലാത്ത ക്രിസ്മസ് ആയിരുന്നു, അതായത് കോവിഡായിരുന്നു മാസം. 2ാമത്തെ ക്രിസ്മസ് വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു. ഈ 3ാമത്തെ ക്രിസ്മസും അത്ര ശോഭകളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ അച്ഛനെ കുറിച്ച് എന്താ ചില കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. Party.